ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് 73ാമത്തെ ദശകമാണ്. 72ാമത്തെ ദശകത്തിന്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പനിയും ജലദോഷവും ഒക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ശബ്ദം അല്പം അടച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണം. കാരണം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പാരായണം ചെയ്യുന്നത് വൃത്തിയായിട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഇന്ന് ചൊല്ലാനുള്ളത് കേട്ടോ 72ാമത്തെ ദശകത്തിന്റെ വീഡിയോ. അത് ആ സമയത്ത് അസുഖമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ചൊല്ലാൻ പോണ ദശകം എനിക്കിപ്പോ ചെറുതായിട്ട് ശബ്ദം അടച്ചതുപോലെ ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വൃത്തിയായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. അപ്പോ ഇന്ന് ചൊല്ലാനുള്ള 73ാമത്തെ ദശകം എന്ന് പറയുന്നത് ഭഗവാന്റെ മധുരാപുര യാത്രയാണ്. മധുരാപുരിയിലേക്ക് ഭഗവാൻ അക്രൂരൻ വന്നിട്ടുണ്ട് അല്ലെ, കംസന്റെ കാര്യങ്ങളൊക്കെ പറയാൻ. അതാണ് നമ്മൾ കഴിഞ്ഞ ദശകത്തില് ചർച്ച ചെയ്തത്. അപ്പോ ഇന്നത്തെ 73ാമത്തെ ദശകത്തില് പറയുന്നത് മധുരാപുര യാത്രയാണ് ഭഗവാന്റെ. ഭഗവാൻ മധുരാപുരിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഈ ദശകത്തിൽ ആകെ 10 ശ്ലോകങ്ങളാണ് ഉള്ളത്. എല്ലാ ശ്ലോകങ്ങളും വസന്തമാലിക എന്ന വൃത്തത്തിലുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചൊല്ലി തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നിശമയ്യതവാദയാനവാർത്താം വൃഷമാർത്താ പശുപാലബാലികാസ്താ കിമിതം കഥം ന്വിതീമാ സമവേത പരിദേവിതാന്യകുർവൻ. നിശമയ്യതവാദയാനവാർത്താം വൃഷമാർത്താ പശുപാലബാലികാസ്താ കിമിതം കഥം ന്വിതീമാ സമവേത പരിദേവിതാന്യകുർവൻ. 73ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അക്രൂരൻ അല്ലെ. അക്രൂരൻ മധുരയിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് വന്നിരിക്കുകയാണ് അല്ലെ, ഭഗവാനെ കാണാനായിട്ട്. അപ്പൊ അവിടെ ഒരു യജ്ഞത്തിൽ പങ്കെടുക്കാനാണ്, അല്ലെങ്കിൽ യജ്ഞത്തിന് ക്ഷണിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് അക്രൂരൻ പറഞ്ഞു. പക്ഷെ അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോ ഈ അക്രൂരന്റെ ആഗമനോദ്ദേശം എന്താണ്? രാമകൃഷ്ണന്മാരെ ഇവിടെ നിന്നും മധുരാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ്. അപ്പോ അതാണ് അക്രൂരൻ വന്നതിന് പിന്നിലുള്ള ഉദ്ദേശം. അധികം വൈകാതെ തന്നെ ഭഗവാൻ അങ്ങോട്ടേക്ക് പോവും എന്ന് മനസ്സിലാക്കിയ വൃന്ദാവനത്തിലെ പാവം ഗോപികമാര്, ആ ഗോപ വനിതകൾക്കൊക്കെ അതിയായിട്ടുള്ള സങ്കടം ഉണ്ടായി. ഇനി എങ്ങനെയാണ് ഭഗവാൻ അവർക്ക് പ്രാപ്യനായിരിക്കുക? ഭഗവാനെ ഇനി കാണാൻ സാധിക്കുമോ? ഭഗവാനോട് ഇനി അടുത്ത് ഇടപഴകാൻ സാധിക്കുമോ? ഭഗവാന്റെ കൂടെ ഇരിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആ ഗോപ വനിതകളൊക്കെയും അതിയായിട്ടുള്ള ദുഃഖത്തിന് പാത്രീഭവിച്ചു എന്നാണ് പറയുന്നത്. അതിയായിട്ടുള്ള ദുഃഖം അവർക്കുണ്ടായി എന്നുള്ളതാണ് 1ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. അക്രൂരൻ വന്നിരിക്കുന്നത് ഭഗവാനെ കൂട്ടിക്കൊണ്ടു പോവാനാണ് അല്ലെ. അവിടെ ഇങ്ങനെ ഒരു യാഗം നടക്കുന്നുണ്ട്, അത് ക്ഷണിക്കാനാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഓരോ അവതാരങ്ങൾക്കും ഓരോ അവതാര ലക്ഷ്യം ഉണ്ട് അല്ലെ. രാമാവതാരം നടന്നത് എന്തിനായിരുന്നു? രാവണന്റെ വധത്തിന് അല്ലെ, രാവണ നിഗ്രഹത്തിനാണ് ശ്രീരാമൻ അവതരിച്ചത്. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചത് എന്തിനാണ്? കംസവധത്തിനാണ് അല്ലെ. കംസന്റെ അനീതി അത്ര കണ്ട് പെരുകിയപ്പോഴാണ് ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രനായിട്ട് ഭഗവാൻ ജനിക്കുമെന്നും ആ ഭഗവാൻ നിന്നെ വധിക്കുമെന്നും അശരീരി ഉണ്ടായത് അല്ലെ, കംസൻ അശരീരി ഉണ്ടായത്. അപ്പോ അധർമ്മം വഴിവിട്ട് പെരുകുന്ന സമയത്ത് ഭഗവാന്റെ അവതാരം തീർച്ചയായിട്ടും ഉണ്ടാവുന്ന പറയണത്. അപ്പൊ അതുപോലെ തന്നെ കംസ നിഗ്രഹമാണ് ഭഗവാന്റെ അവതാര ലക്ഷ്യം. അപ്പൊ അതിലേക്കുള്ള ഓരോ നിമിത്തങ്ങൾ വന്ന് ചേരുകയാണ്, വന്ന് ഭവിക്കുകയാണ്. അത് തന്നെത്താൻ തന്നെ വന്ന് ഭവിക്കും എന്നുള്ളതാണ്. അപ്പൊ അത്രയേ ഉള്ളൂ 1ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ഗോപ വനിതകളുടെ ദുഃഖമാണ് ഭട്ടതിരിപ്പാട് 1ാമത്തെ ശ്ലോകത്തില് വിവരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇതുപോലെ ഈ സപ്താഹത്തില് വായിക്കാനൊക്കെ പോയി.
നാരായണീയം ചൊല്ലാനൊക്കെ പോയിട്ടുണ്ട്. പെരിങ്ങര കേശവൻ നമ്പൂതിരി അദ്ദേഹം എഴുതിയ ഒരു പാട്ടുണ്ട് ഇതിന് ഭഗവാൻ മധുരയ്ക്ക് പോകുമ്പോ. അതിന് ആദ്യായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലിറിക്സ് തന്നു. അതിന്റെ അവര് പാടുന്ന അന്നൊക്കെ ടേപ്പ് റെക്കോർഡറാണ്. അപ്പൊ അതില് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു കാസറ്റും തന്നു. അത് വെച്ച് നമ്മളോട് പഠിച്ച് കളിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളെ കുറച്ച് കുട്ടികളൊക്കെ കൂടി ഈ നാരായണീയം ചൊല്ലാൻ പോകുന്ന കുട്ടികളൊക്കെ കൂടി അന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു ട്ടോ. അപ്പൊ അതിന്റെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്. പോകല്ലേ പോകല്ലേ മധുരയ്ക്കു കണ്ണാ വൃന്ദാവനം വിട്ടു പോകല്ലേ കണ്ണാ. എന്റെ ബാക്കിയുണ്ട് ട്ടോ പാട്ട്. എന്റെ കയ്യിൽ അതിന്റെ ബുക്ക് ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ. പറ്റുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം അത് മുഴുവൻ പാടി വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഗോപവനിതകൾക്ക് അത്രയും സങ്കടാവാണ്. തോഴനായി നിന്ന ഭഗവാൻ തിരിച്ചു പോവാണ് എന്നുള്ളത് ആലോചിച്ചിട്ട് മധുരയിലേക്ക് പോവാണ്. മധുരയിലേക്ക് പോവാനാണത്രേ, കൊണ്ടുപോവാനാണത്രേ അക്രൂരൻ വന്നിരിക്കുന്നതെന്നൊക്കെ അറിഞ്ഞപ്പോ സങ്കടം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചൊല്ലാം. കരുണാനിധിരേശ നന്ദസൂനു കഥമസ്മാൻ വിസൃജേതനന്യനാഥ ഭദന കിമുദൈവമേവമാസീദിതി താസ്ത്വദ്ഗതമാനസാ വിലേപു. കരുണാനിധിരേശ നന്ദസൂനു കഥമസ്മാൻ വിസൃജേതനന്യനാഥ ഭദന കിമുദൈവമേവമാസീദിതി താസ്ത്വദ്ഗതമാനസാ വിലേപു. രണ്ടാമത്തെ ശ്ലോകത്തിലും ഗോപികളുടെ ദുഃഖം തന്നെയാണ് ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. കാരണം അത് ഒരു ശ്ലോകത്തിൽ വിവരിച്ച് അങ്ങനെ ഒതുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അല്ലെ? ഗോപികൾ എന്ന് പറയുന്നത് ഭഗവാനോട് അത്രയധികം, ഭഗവാന്റെ മനസ്സിനോട് അത്രയധികം ചേർന്ന് നിൽക്കുന്നവരാണ് ഗോപികൾ. അപ്പൊ അവര് പറയാണ് കരുണയ്ക്ക് ഇരിപ്പിടമായ ഭഗവാൻ, അല്ലെ? ഭഗവാൻ കരുണയ്ക്ക് ഇരിപ്പിടമാണെന്ന് അവർക്ക് അറിയാം. അപ്പൊ തങ്ങളുടെ ദുഃഖം ഭഗവാന് കണ്ടു നിൽക്കാൻ സാധിക്കുമോ? കരുണയ്ക്ക് ഇരിപ്പിടമായിട്ടുള്ള നന്ദപുത്രനായിട്ടുള്ള കൃഷ്ണൻ എങ്ങനെ നമ്മളെ ഉപേക്ഷിച്ചു പോവും? ആരും നാഥനില്ലാത്തവരാണ് ഞങ്ങള്. അങ്ങനെ ആരും നാഥനില്ലാത്ത ഞങ്ങളെ എങ്ങനെ ഭഗവാന് ഉപേക്ഷിച്ചു പോകാൻ സാധിക്കും? ഇത് എപ്രകാരമുള്ള ഒരു വിധിയാണ്, എങ്ങനെ ഒരു വിധിയാണ് ഭഗവാനെ ഞങ്ങൾക്ക് ഈ വന്നു ചേർന്നിരിക്കുന്നത് എന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ആ ഗോപസ്ത്രീകൾ എല്ലാവരും വിലപിച്ചു എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തില് പറയുന്നത്. അപ്പൊ കരുണാമയനാണ് കണ്ണൻ എന്ന് അവർക്കറിയാം. അപ്പൊ ആ കരുണാമയനായിട്ടുള്ള കണ്ണന് ഞങ്ങളുടെ ദുഃഖം കാണാൻ സാധിക്കുമോ? ഞങ്ങള് നാഥനില്ലാത്തവരാണ്. ഞങ്ങളെ എങ്ങനെ ഉപേക്ഷിച്ച് പോവാൻ സാധിക്കുന്നു? ഞങ്ങളുടെ വിധി ഇപ്രകാരമായിട്ട് തീർന്നല്ലോ എന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആ ഗോപസ്ത്രീകൾ എല്ലാവരും വിലപിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. ചരമ പ്രഹരേ പ്രതിഷ്ഠമാന സഹ പിത്രാ നിജമിത്രമണ്ഡലൈശ്ച പരിതാപഭരം നിദംബിനീനാം ശമയിഷ്യൻ വ്യമുചഃ സഖായമേകം. ചരമ പ്രഹരേ പ്രതിഷ്ഠമാന സഹ പിത്രാ നിജമിത്രമണ്ഡലൈശ്ച പരിതാപഭരം നിദംബിനീനാം ശമയിഷ്യൻ വ്യമുചഃ സഖായമേകം. മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അവസാന യാമത്തിൽ ഭഗവാൻ കൃഷ്ണനും ബലരാമനും കൂട്ടുകാരും നന്ദഗോപരും അക്രൂരനും എല്ലാവരും മധുരയിലേക്ക് പുറപ്പെടുകയാണ്. ആ യാത്ര തുടങ്ങാൻ പോവുകയാണ്. പുറപ്പെട്ടു. ആ സമയത്ത് ഗോപികമാരുടെ ദുഃഖം മനസ്സിലാക്കിയ ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ അവരുടെ ദുഃഖം കണ്ടില്ല എന്ന് നടിച്ച് മധുരയിലേക്ക് പോവാൻ ഭഗവാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു സുഹൃത്തിനെ ഗോപികമാരെ ആശ്വസിപ്പിക്കാനായി അവരുടെ അടുക്കലേക്ക് അയച്ചു എന്നുള്ളതാണ് വിവരിക്കുന്നത്. അതായത് ഗോപികമാരെന്ന് പറയുന്നത് ഭഗവാനോട് വളരെയധികം ആത്മീയമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. ഭഗവാന്റെ മനസ്സിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഭഗവാന്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഗോപികമാര്. അപ്പൊ അവര് ഭഗവാൻ ഇനി ഇവിടെ നിന്ന് പോവുകയാണ്, ഇനി തങ്ങളുടെ അടുക്കലേക്ക് ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ദുഃഖം എത്രയാണെന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം. അപ്പൊ അത് കണ്ടില്ല എന്ന് നടിച്ച് കരുണാമയനായിട്ടുള്ള ഭഗവാന് അങ്ങനെ പോവാൻ സാധിക്കില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ആശ്വസിപ്പിക്കാനായി ഒരു സന്ദേശം കൊടുത്തു വിട്ടതാണ്. ആശ്വസിപ്പിക്കാനായി സുഹൃത്തിനെ ഗോപികമാരുടെ അടുക്കലേക്ക് അയച്ചു എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചൊല്ലാം. അചിരാതുപയാമി സന്നിധിം വോ ഭവിതാ സാധുമയൈവ സംഗമശ്രീ അമൃതാംബുനിധൗ നിമജ്ജയിഷ്യേ ധൃതമിത്യാശ്വസിതാവധൂരകാർഷീ അചിരാതുപയാമി സന്നിധിം വോ ഭവിതാ സാധുമയൈവ സംഗമശ്രീ അമൃതാംബുനിധൗ നിമജ്ജയിഷ്യേ ധൃതമിത്യാശ്വസിതാവധൂരകാർഷീ. നാലാമത്തെ ശ്ലോകത്തില് ഭഗവാൻ ഗോപികമാർക്ക് അയച്ച സന്ദേശമാണ് പറയുന്നത്. അതായത് കൂട്ടുകാരനിലൂടെ അയച്ച സന്ദേശം. അപ്പൊ അതില് ഭഗവാൻ ഗോപികമാരെ ആശ്വസിപ്പിക്കാനായിട്ട് പറയുന്നത്, ഞാൻ മധുരയ്ക്ക് പോയാലും അധികം വൈകാതെ തന്നെ മടങ്ങി വരും. മടങ്ങി വന്ന് നമ്മുടെ സമാഗമം, അതായത് നിങ്ങൾ ഇനിയും തമ്മിൽ കാണുമോ എന്നുള്ള ആശങ്കയോട് കൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് അറിയാം. അപ്പൊ നമ്മൾ തമ്മിലുള്ള സമാഗമം ഇനിയും ഉണ്ടാവും. നിങ്ങളെ ഞാൻ ആനന്ദാമൃത സമുദ്രത്തിൽ ഇനിയും ആഴ്ത്തും എന്നിങ്ങനെയുള്ള ആശ്വാസ വാക്കുകൾ പറഞ്ഞുള്ള സന്ദേശാണ് ഭഗവാൻ ആ സുഹൃത്തിലൂടെ ഗോപികമാർക്ക് എത്തിച്ചു കൊടുത്തത്. അപ്പോ അതില് ഭഗവാൻ ഇങ്ങനെ പറയുന്നത് അത്ര പെട്ടെന്ന് ഭഗവാൻ സാധിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഭഗവാൻ തന്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ടാണ് പോകുന്നത്, അല്ലെ? അപ്പൊ അത്ര പെട്ടെന്ന് അവിടുന്ന് മടങ്ങി വരുന്നത് സാധ്യമല്ല. പക്ഷെ ഭഗവാൻ മടങ്ങി വരുന്നതും ഗോപികകളുടെ കൂടെ സമയം ചെലവഴിക്കുന്നതും ഒക്കെ ചെയ്യുന്നുമുണ്ട്. അതായത് പറഞ്ഞ വാക്കൊരിക്കലും ഭഗവാൻ ലംഘിക്കുന്നില്ല. കുരുക്ഷേത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ തിരിച്ചു വരുന്നുണ്ട് എന്ന് പറയുന്നു. ദന്തവക്ത്രന്റെ വധത്തിന് ശേഷവും ഭഗവാൻ വന്ന് ഗോപികമാരുടെ കൂടെ 2 മാസക്കാലത്തോളം ചെലവഴിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഭഗവാൻ തന്റെ സുഹൃത്തിലൂടെ ഗോപികമാർക്ക് കൊടുത്ത സന്ദേശം ഇതായിരുന്നു: ഞാൻ പോകുന്നു എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. മധുരയിലേക്ക് പോയാലും അധികം വൈകാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് പൂർത്തിയാക്കി ഞാൻ തിരിച്ചു വരും. തിരിച്ചു വന്നാൽ നമ്മൾ തമ്മിലുള്ള സമാഗമം ഇനിയും ഉണ്ടാവും. നിങ്ങളെ ഞാൻ ആനന്ദാമൃത സമുദ്രത്തിൽ ഇനിയും ആഴ്ത്തും എന്നിങ്ങനെയുള്ള ആശ്വാസ വാക്കുകളായിരുന്നു അത്. ഇനി നമുക്ക് 5ാമത്തെ ശ്ലോകം ചൊല്ലാം. സവിഷാദഭരം സയാജ്ഞമുച്ചൈരതിദൂരം വനിതാഭിരീക്ഷ്യമാണ മൃദുതദ്ദിശി പാതയന്ന പാങ്കാൻ സബലോ ക്രൂരരഥേന നിർഗതോ ഭൂ. സവിഷാദഭരം സയാജ്ഞമുച്ചൈരതിദൂരം വനിതാഭിരീക്ഷ്യമാണ മൃദുതദ്ദിശി പാതയന്ന പാങ്കാൻ സബലോ ക്രൂരരഥേന നിർഗതോ ഭൂ. 5ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, അങ്ങനെ ഭഗവാൻ ആ തേരില് കയറി മധുരയിലേക്ക് പുറപ്പെട്ടു. തേര് നീങ്ങി. അപ്പോ ഈ ഗോപസ്ത്രീകളൊക്കെ കടുത്ത വിഷാദമുള്ള മുഖത്തോടു കൂടി ഭഗവാനെ തന്നെ ഇങ്ങനെ ആ തേര് പോകുന്ന വഴി മുഴുവനും ഇങ്ങനെ നോക്കി നിന്നു. പണ്ട് ഇതുപോലെ നമ്മള് ഇതിനു മുമ്പത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞപ്പോ വൃന്ദാവനത്തില് ഇരിക്കുന്ന സമയത്ത് വനപ്രദേശങ്ങളില് പശുക്കളെ മേയ്ക്കാനായിട്ട് ഭഗവാൻ പോകുമ്പോ ഭഗവാൻ മറയുന്നത് വരെ ഗോപസ്ത്രീകൾ അങ്ങോട്ട് തന്നെ കണ്ണു വായിച്ചിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതിലൊരു പ്രതീക്ഷയുണ്ട്, പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോ മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് സ്ഥാനമില്ല. മധുരാപുരിയിലേക്കാണ് പോകുന്നത്. മടങ്ങി വരുന്നത് എന്നാണ് എന്ന് ഒരു ഐഡിയ ഇല്ല അവർക്ക്, എന്ന് വരും എന്നുള്ളത്. അപ്പൊ ആ ഈ ഇത്തവണത്തെ യാത്ര അല്ലെങ്കിൽ ഇത്തവണത്തെ ആ വേർപിരിയൽ എന്ന് പറയുന്നത് അല്പം വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പൊ ആ ഗോപസ്ത്രീകൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ ഇതില് ഭട്ടതിരിപ്പാട് പറയുന്നത്, ആ ഭഗവാന് നേരെ എറിയുന്ന ആ കടക്കൺ നോട്ടം എന്ന് പറയുന്നതില് ദുഃഖമുണ്ട്, പ്രാർത്ഥനയുണ്ട്, അല്ലെ? ഭഗവാൻ അവിടെ പോയി ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നന്നായി നടക്കണം എന്നുള്ള പ്രാർത്ഥനയുണ്ട്, ദുഃഖമുണ്ട്, പ്രേമമുണ്ട്. അങ്ങനെ എല്ലാം കലർന്ന
ഒരു ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നൽകാൻ കഴിയുന്ന എല്ലാതരം ഭാവങ്ങളും, പ്രാർത്ഥനയും ഒക്കെ ആ നോട്ടത്തിൽ ഉണ്ടായിരുന്നു. ഭഗവാനും തേരിൽ ഇരുന്നിട്ട് ഈ ഗോപസ്ത്രീകളുടെ ഇടയിലേക്ക് ആഹ്, അവരുടെ ദൃഷ്ടി മറയുന്നത് വരെ ഭഗവാനും അവരെ കടക്കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നു, അങ്ങോട്ട് വീക്ഷിച്ചുകൊണ്ടിരുന്നു എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. അപ്പൊ ആ ഗോപസ്ത്രീകൾ ഇങ്ങനെ ആ തേര് നീങ്ങിയിട്ട് അതിന്റെ പൊടിപടലം അടങ്ങുന്നത് വരെ, പൊടിപടലം ഇങ്ങനെ അടങ്ങുമല്ലോ, എന്നിട്ടും അങ്ങോട്ട് തന്നെ ഭഗവാന്റെ തേര് പോയ ദിശയിലേക്ക് തന്നെ നോക്കി നിന്നു. ഈ തേര് അല്പം ദൂരത്തേക്ക്, തേര് കാണാതെ ആയാലും അതിന് മേലെയുള്ള കൊടിക്കൂറ അത് പിന്നെയും കാണും. ആ കൊടിക്കൂറയും മറയുന്നത് വരെയും അവര് നിന്നു. കൊടിക്കൂറ മറഞ്ഞിട്ടും അവര് അവിടെ തന്നെ ഒരു നിശ്ചലമായിട്ടൊരു ചിത്രം വരച്ചു വെച്ചതുപോലെ ഗോപസ്ത്രീകൾ അങ്ങനെ തന്നെ നിന്നു. ദുഃഖിതകളായ അവരങ്ങനെ നിന്നു എന്നുള്ളതാണ് 5-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇത് അല്പം നമുക്കും സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ഭഗവാനും ഗോപസ്ത്രീകളും തമ്മിൽ വേർപിരിയുക എന്നുള്ളത് നമുക്ക് എവിടെയോ ഒരു മിസ്സിംഗ് എന്നുള്ളൊരു ഫീലിംഗ് വരും. അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. ഒരു തരം നമുക്കത് ആലോചിക്കുമ്പോ തന്നെ വല്ലാത്തൊരു സങ്കടമുള്ളൊരു അവസ്ഥയാണത്. അല്ല, ഇതുവരെയൊക്കെ നമ്മൾ ചിരിച്ചു കളിച്ച് ഭഗവാൻ ഒരു തോഴനായി, കൂട്ടുകാരനായി, കൂടെ നിന്നിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ മാറുമ്പോ, വ്യക്തിയല്ലല്ലോ ഭഗവാനാണത് അല്ലെ. അപ്പൊ ഭഗവാന്റെ ആ പ്രഭാവം എങ്ങനെ ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അതിന് ഇനി കിട്ടില്ല, അതിനി ഉണ്ടാവില്ല എന്നുള്ളത് വളരെയധികം ദുഃഖകരമായിട്ടുള്ള കാര്യമായിരിക്കും ആ ഗോപസ്ത്രീകൾക്ക്. അപ്പൊ അത്രയേ ഉള്ളൂ 5-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ഭഗവാൻ തേരിൽ കയറി മധുരയിലേക്ക് യാത്ര തിരിച്ചു. അപ്പൊ ആ തേര് തങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് മറയുന്നത് വരെ ഗോപസ്ത്രീകൾ ഭഗവാന്റെ നേർക്ക് പ്രാർത്ഥനയും ദുഃഖവും സ്നേഹവും ഒക്കെ കലർന്ന കടക്കൺ നോട്ടം കൊടുത്തുകൊണ്ടേയിരുന്നു. ഭഗവാനും ഇവരുടെ നേർക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ടാണ് തേരില് മധുരയിലേക്ക് പോയത്. ആ തേര് കണ്ണിൽ നിന്നും മറയുന്നത് വരെ, ആ കൊടിക്കൂറ കണ്ണിൽ നിന്നും മറയുന്നത് വരെ ആ ഗോപസ്ത്രീകൾ ഒരു നിശ്ചല ചിത്രം പോലെ ഭഗവാനെ തന്നെ നോക്കി നിന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 6-ാമത്തെ ശ്ലോകം ചൊല്ലാം. അനസാ ബഹുലേന വല്ലവാനാം മനസാ ചാനുഗതോऽഥ വല്ലഭാനാം വനമാർത്തമൃഗം വിഷണ്ണവൃക്ഷം സമതീതോ യമുനാതടീമയാസി. അനസാ ബഹുലേന വല്ലവാനാം മനസാ ചാനുഗതോऽഥ വല്ലഭാനാം വനമാർത്തമൃഗം വിഷണ്ണവൃക്ഷം സമതീതോ യമുനാതടീമയാസി. 6-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇങ്ങനെ മധുരയിലേക്കുള്ള യാത്ര പോകുന്നത് കുറേ വണ്ടികളിലായിട്ട് ഗോപന്മാരും കൂടെയുണ്ട്. നന്ദഗോപരും കൂട്ടുകാരും ഒക്കെ കൂടെ ഉണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ കുറെ വണ്ടികളിലായിട്ടാണ് ഉള്ളത്. അപ്പൊ ആ വണ്ടികളിലൊക്കെ കംസന് കാഴ്ചവെക്കാനുള്ള കാഴ്ചദ്രവ്യങ്ങളായിരുന്നു അല്ലെ. പണ്ടൊക്കെ ഉള്ള പതിവാണല്ലോ, രാജാക്കന്മാരെ കാണാൻ പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന അസുലഭമായിട്ടുള്ള അല്ലെങ്കിൽ അപൂർവങ്ങളായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടുപോവുക. അതിപ്പോ ഇപ്പൊ ഗോപന്മാരാവുമ്പോ അവര് ചിലപ്പോ പാല്, അങ്ങനെയുള്ള വെണ്ണ, തൈര് അങ്ങനെയുള്ള സാധനങ്ങളാവാം. അങ്ങനെ കംസന് കാഴ്ചവെക്കാനുള്ള ദ്രവ്യങ്ങള്, വസ്ത്രങ്ങളാവാം, അങ്ങനെ എന്തും വിശിഷ്ടമായ പല സാധനങ്ങളും അടങ്ങുന്ന കുറെ വണ്ടികളും ഭഗവാന്റെ കൂടെ തന്നെ പിന്തുടർന്ന് കൂടെ പോകുന്നുണ്ട്. അപ്പോ അക്രൂരന്റെ തേരിലാണ് ഭഗവാനും ബലരാമനും ഇരിക്കുന്നത്. നന്ദഗോപരും ഗോപന്മാരും ഒക്കെ മറ്റു പല വണ്ടികളിലുമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്ന അതില് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിലും പറയുന്നുണ്ട്, ഗോപികമാരുടെ മനസ്സും കൂടി പോകുന്നു എന്ന്. അതായത് ഗോപികമാരുടെ ശരീരം ഗോകുലത്തിലാണെങ്കിലും ഈ ഭഗവാന്റെ ഒപ്പം അവരുടെ മനസ്സും കൂടി സഞ്ചരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഗോപന്മാരുടെ വണ്ടികളോടും ഗോപികമാരുടെ മനസ്സോടു കൂടിയാണ് ഭഗവാൻ പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് മാനുകൾക്ക് വൃക്ഷങ്ങൾക്കൊക്കെ ഇത് മനസ്സിലായി എന്നുള്ളതാണ്. ഭഗവാൻ ഇതാ വൃന്ദാവനം വിട്ടു പോവുകയാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ മാനുകള് തീറ്റ എടുത്തുകൊണ്ടിരിക്കുന്നത് നിർത്തി. വൃക്ഷങ്ങളൊക്കെ വാടി തളർന്നു. മഴയൊന്നും ഇല്ലാത്തപ്പോ വാടി തളരുന്നത് പോലെ വൃക്ഷങ്ങൾ വാടി തളർന്നു. അതായത് ആ മനുഷ്യന്മാരുടെ മനസ്സിൽ വരുന്ന മാറ്റം അത് പ്രകൃതിക്കും ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ പ്രകൃതിയിലും അതിന്റെ മാറ്റം പ്രതിധ്വനിക്കും എന്നുള്ളതാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത്. ഭഗവാനാണ് പോകുന്നത് അല്ലെ. ഭഗവാൻ ഒന്ന് ഓടക്കുഴല് വായിച്ചാൽ അതിൽ മുഴുകി നിൽക്കാത്ത ജീവജാലങ്ങൾ ഇല്ല അവിടെ. അപ്പോ അങ്ങനെയുള്ള ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പറഞ്ഞറിയിക്കാത്തത്ര ദുഃഖം ഉണ്ടാവും അല്ലെ. ഇത് കേൾക്കുന്ന നമുക്ക് പോലും ഒരു ദുഃഖം എവിടെയോ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലേ.
അപ്പൊ അതുപോലെ തന്നെ അപ്പൊ അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാനെ അത്ര കണ്ട് അടുത്ത് നിന്നിട്ട് അവര് പെട്ടെന്ന് ഇങ്ങനെ പോവുക എന്ന് പറയുമ്പോ അത് വല്ലാതെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വല്ലാത്തൊരു ദുഃഖത്തിലായി. അങ്ങനെ അവര് ഗോകുലം കടന്ന് യമുനയുടെ തീരത്തെത്തി എന്നുള്ളതാണ് 6-മത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 6-മത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഗോപന്മാരുടെ കുറേയേറെ വണ്ടികൾ. ആ വണ്ടികളില് കംസന് വേണ്ടി കാഴ്ചവെക്കാനുള്ള കാഴ്ചദ്രവ്യങ്ങളാണ്. വണ്ടികളും അക്രൂരന്റെ തേരില് ഭഗവാനും ബലരാമനും ഒക്കെ കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഗോപികമാരുടെ മനസ്സും കൊണ്ടുകൂടിയാണ് സഞ്ചരിക്കുന്നത്. ഭഗവാൻ മധുരയിലേക്ക് പോകുന്നത് അറിഞ്ഞ് മാനുകള് തീറ്റയെടുക്കുന്നത് നിർത്തി വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ വാടി തളർന്നു പോയി. അങ്ങനെ അവര് ഗോകുലം കഴിഞ്ഞ് യമുനയുടെ തീരത്തെത്തി എന്ന് പറയും. ഇനി നമുക്ക് 7-മത്തെ ശ്ലോകം ചൊല്ലാം. നിയമായ നിമജ്ജവാരിണി ത്വാമഭിവീക്ഷ്യ ദരതേപി ഗാന്ധിനേയ വിവശോ ജനികിം ന്വിധം വിഭോസ്തേ നനു ചിത്രം ത്വവലോകനം സമന്താത് നിയമായ നിമജ്ജവാരിണി ത്വാമഭിവീക്ഷ്യ ദരതേപി ഗാന്ധിനേയ വിവശോ ജനികിം ന്വിധം വിഭോസ്തേ നനു ചിത്രം ത്വവലോകനം സമന്താത്. 7-മത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ഭഗവാന്റെ ഒരു ലീല അക്രൂരന് കാണിച്ചു കൊടുക്കാണ്. ലീലയല്ല, സർവ്വവ്യാപിയാണ് ഭഗവാൻ. അപ്പൊ അതൊരു ലീല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അക്രൂരനെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അതായത് അക്രൂരൻ യമുനയുടെ തീരത്തെത്തിയെന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പൊ അക്രൂരൻ സന്ധ്യാവന്ദനത്തിന് യമുനയിൽ ഇറങ്ങി. അപ്പൊ യമുനയിൽ ഇറങ്ങിയപ്പോ യമുനയിൽ ഭഗവാനെ കണ്ടു. അപ്പൊ ഭഗവാനെ കണ്ടപ്പോ തിരിച്ച് തേരിൽ നോക്കാണ്. അപ്പൊ തേരിൽ നോക്കുമ്പോ തേരിലും ഭഗവാനുണ്ട്. അപ്പൊ ഒരേ സമയം രണ്ടിടത്ത് ഭഗവാനെ കണ്ടപ്പോൾ ക്രൂരന് പറഞ്ഞറിയിക്കാനാവാത്ത അത്ഭുതം ഉണ്ടായി. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. പക്ഷേ ഭട്ടതിരിപ്പാട് പറയാണ്. ഭട്ടതിരിപ്പാട് അതിനെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് പറയുന്നത്. സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാനെ എല്ലായിടത്തും കാണുന്നതിൽ അത് അങ്ങനെ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ലല്ലോ. അത് അതിശയമൊന്നുമില്ല. സർവ്വവ്യാപിയാണ് ഭഗവാൻ എന്ന് പറയാണ്. അപ്പൊ അത്രയേ ഉള്ളൂ 7-മത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. യമുനയുടെ തീരത്തെത്തി അവരുടെ തേര്. അപ്പോ യമുനയിൽ ഇറങ്ങി അക്രൂരൻ സന്ധ്യാവന്ദനം നടത്തി. ആ സമയത്ത് യമുനയിലും ഭഗവാനെ ദർശിക്കാൻ സാധിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ തേരിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ഒരേ സമയം രണ്ടിടത്ത് കണ്ടപ്പോൾ അത് അക്രൂരനിൽ വല്ലാതെ അത്ഭുതമുണ്ടാക്കി. എന്നാൽ ഭട്ടതിരിപ്പാട് പറയാണ്, സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാനെ എല്ലാവിടെയും കാണുന്നതിൽ അത്ര പ്രത്യേകിച്ച് അതിശയമൊന്നും പറയാനില്ലല്ലോ എന്ന് പറയാണ്. ഇനി നമുക്ക് 8-മത്തെ ശ്ലോകം ചൊല്ലാം. പുനരേഷ നിമജ്ജ്യ പുണ്യശാലി പുരുഷം ത്വാം പരമം ഭുജംഗഭോഗേ അരികാംബുഗദാംബുജൈസ്ഫുരന്തം സുരസിദ്ധൗഖപരീതമാലുലോകേ പുനരേഷ നിമജ്ജ്യ പുണ്യശാലി പുരുഷം ത്വാം പരമം ഭുജംഗഭോഗേ അരികംബുഗദാംബുജൈസ്ഫുരന്തം സുരസിദ്ധൗഖപരീതമാലുലോകേ. 8-മത്തെ ശ്ലോകത്തില് ഭഗവാൻ തന്റെ വിശ്വരൂപം തന്നെ അക്രൂരന് കാണിച്ചു കൊടുക്കുന്നത് വിവരിക്കുകയാണ് ഭട്ടതിരിപ്പാട്. യമുനയിൽ ഇറങ്ങി നിന്ന സമയത്ത് യമുനയുടെ ഉള്ളിലും ഭഗവാനെ കണ്ടു. എണീറ്റപ്പോ തേരിലും കണ്ടു. അപ്പോ പുണ്യം നേടുക ശീലമായിട്ടുള്ള അക്രൂരൻ എന്നിവിടെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് കേട്ടോ. പുണ്യം നേടുക ശീലമായിട്ടുള്ള ആളാണ് അക്രൂരൻ. അപ്പൊ ആ കാഴ്ച ഒന്നുകൂടി കാണാൻ വേണ്ടി യമുനയിൽ ഒന്നും കൂടെ മുങ്ങി. ആ സമയത്ത് അക്രൂരൻ കാണുന്നത് അനന്തനുമേൽ ശയിക്കുന്ന ഭഗവാൻ, അനന്തന് മേൽ ശയിക്കുന്ന ആ മഹാവിഷ്ണു സ്വരൂപമാണ്. 4 കൈകളിലായിട്ട് ശംഖ്, ചക്രം, ഗദ, പത്മം, താമരപ്പൂവ് ഇതൊക്കെ 4 കൈകളിലായിട്ടുണ്ട്. അതിലിങ്ങനെ അനന്തന് മേൽ ശയിക്കുകയാണ്. ദേവന്മാർ, അതായത് സുരന്മാരും സിദ്ധന്മാരുമായിട്ടുള്ള സംഘങ്ങൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും മഹത്വമുള്ളവനും പുരുഷനുമായിട്ടുള്ള ഭഗവാനെ, അതായത് ആ വിശ്വരൂപ ദർശനം അക്രൂരന് ഭഗവാൻ കാണിച്ചു കൊടുത്തു. അത് അക്രൂരൻ കൺനിറയെ കണ്ടു എന്നുള്ളതാണ് 8-മത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 8-മത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. പുണ്യം നേടുക ശീലമായിട്ടുള്ള അക്രൂരൻ ഒന്നുകൂടി ഭഗവാനെ ദർശിക്കുവാൻ വേണ്ടി യമുനയില് മുങ്ങി.
ആ സമയത്ത് അക്രൂരൻ കണ്ടത് ഇതാണ്. അനന്തനുമേൽ ശയിക്കുന്ന ശംഖ്, ചക്ര, ഗദാ, പത്മം 4 കൈകളിൽ ഏന്തിയിട്ടുള്ള സുരന്മാരും സിദ്ധന്മാരുമായിട്ടുള്ള സംഘങ്ങൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്ന ഏറ്റവും മഹത്വമുള്ളവനായിട്ടുള്ള ആ പരമപുരുഷനെ, ഭഗവാനെ അദ്ദേഹം കണ്ടു എന്നുള്ളതാണ്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. സതഥാ പരമാത്മസൗഖ്യസിന്ധൗ വിനിമഗ്ന പ്രണുവൻ പ്രകാരഭേദൈ അവിലോക്യ പുനശ്ച ഹർഷസിന്ധോരനുവൃത്യ പുളകാവൃതോ യയൗ ത്വാം. സതഥാ പരമാത്മസൗഖ്യസിന്ധൗ വിനിമഗ്ന പ്രണുവൻ പ്രകാരഭേദൈ അവിലോക്യ പുനശ്ച ഹർഷസിന്ധോരനുവൃത്യ പുളകാവൃതോ യയൗ ത്വാം. 9ാമത്തെ ശ്ലോകത്തില് വിവരിക്കുന്നത് അങ്ങനെ അക്രൂരന് അങ്ങനെയുള്ളൊരു കാഴ്ച കാണിച്ചു കൊടുത്തപ്പോൾ അക്രൂരൻ പരമാനന്ദ സാഗരത്തിൽ ഇങ്ങനെ ആണ്ടുപോയി എന്നാ പറയണത്. അല്ലെ, ഭഗവാന്റെ വിശ്വരൂപ ദർശനാണ് കിട്ടിയത്. പരമഭക്തനായിട്ടുള്ള അക്രൂരന് ആ വിശ്വരൂപ ദർശനം ഭഗവാൻ കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പരമാനന്ദ സാഗരത്തിൽ ഇങ്ങനെ ആറാടി എന്നാ പറയണത്. അതില് ഇങ്ങനെ മുഴുകി നിന്നു. എന്നിട്ട് പെട്ടെന്ന് ആ കാഴ്ച മറയുകയും ചെയ്തു. ഭഗവാനെ പിന്നീട് ദർശിക്കാൻ കഴിഞ്ഞതുമില്ല. പെട്ടെന്ന് തന്നെ ആ കാഴ്ച മുമ്പിന്ന് മാറുകയും ചെയ്തു. പക്ഷെ എങ്കിലും ആ കണ്ടത് മതിയായിരുന്നു അക്രൂരന്. ആ ആനന്ദത്തിന്റെ തുടർച്ച അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ആ ആനന്ദത്തില് അദ്ദേഹം ആകെ രോമാഞ്ചമണിഞ്ഞവനായി. എന്നിട്ട് വേഗം ഭഗവാന്റെ അടുക്കലേക്ക് വന്നു എന്നാ പറയുന്നത്. തേരിലിരിക്കുന്ന ഭഗവാന്റെ അടുത്തേക്ക് അക്രൂരൻ എത്തി എന്നുള്ളതാണ് 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 9ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. അക്രൂരൻ ഈ കാഴ്ച കണ്ട് പരമാനന്ദ സാഗരത്തിൽ ഇങ്ങനെ ആറാടി എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ നിന്നു. അപ്പൊ തന്നെ ആ കാഴ്ച മറയുകയും ചെയ്തു. പക്ഷെ എങ്കിലും ആ ആനന്ദത്തിന്റെ തുടർച്ച അദ്ദേഹത്തിന് ഉണ്ടായി. ദേഹമാകെ കോരിത്തരിക്കുന്ന രോമാഞ്ചമണിയുന്നവനായി അദ്ദേഹം വേഗം ഭഗവാനെ തന്നെ സമീപിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. അക്രൂരൻ പരമഭക്തനാണ് ഭഗവാന്റെ, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിശ്വരൂപ ദർശനം കൊണ്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. കംസൻ എന്തിനാണ് രാമകൃഷ്ണന്മാരെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ നോക്കുന്നത്? വധിക്കാൻ അല്ലെങ്കിൽ വകവരുത്താൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ കംസൻ വധിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ആരാണ് എന്ന് യഥാർത്ഥത്തിൽ കാണിച്ചു കൊടുക്കാണ്. കാരണം പരമഭക്തനായിട്ടുള്ള ഒരാൾക്ക് ഭഗവാനെ ഇങ്ങനെ കൊണ്ടുപോവാണെന്നുള്ളൊരു പേടിയും ആശങ്കയൊക്കെ ഉണ്ടാവും, അല്ലെ? അപ്പൊ അതൊന്നും ആവശ്യമില്ല. ആ പരമാത്മാവാണ് ഇത്, ആ പരബ്രഹ്മം തന്നെയാണ് അതെന്ന് മനസ്സിലാക്കുമ്പോ അക്രൂരൻ ഇനി പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഇതിൽ ഉണ്ടായേക്കാം, അല്ലെ? അപ്പൊ അതാണ് 9ാമത്തെ ശ്ലോകത്തിൽ. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം ചൊല്ലാം. കിമു ശീതളിമാ മഹാഞ്ജലേയത് പുളകോസാവിധി ചോദിതേന തേന അതിഹർഷ നിരുത്തരേണ സാർദ്ധം രഥവാസി പവനേശ പാഹി മാം ത്വം. കിമു ശീതളിമാ മഹാഞ്ജലേയത് പുളകോസാവിധി ചോദിതേന തേന അതിഹർഷ നിരുത്തരേണ സാർദ്ധം രഥവാസി പവനേശ പാഹി മാം ത്വം. 10ാമത്തെ ശ്ലോകമാണ് ഏറ്റവും രസകരമായത്. അതായത് ഇങ്ങനെ രോമാഞ്ചമണിഞ്ഞവനായി തിരിച്ച് തേരിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് വന്നുല്ലോ. അപ്പൊ ഭഗവാൻ ചോദിക്കുകയാണ്, വെള്ളത്തിന് എന്താ വല്ലാതെ തണുപ്പുണ്ടോ? ദേഹം ആകെ കോരിത്തരിക്കുന്നല്ലോന്ന് ഒന്നും അറിയാത്തതുപോലെ ചോദിക്കാണ്. അപ്പോ ആ ചോദ്യം കേട്ടപ്പോ ഇതുവരെ കണ്ട കാഴ്ചയേക്കാൾ ആനന്ദാണ് ആ പരമഭക്തൻ ഉണ്ടായത്. അപ്പോ അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റാതെ അദ്ദേഹം അങ്ങനെ നിന്നു. അങ്ങനെയുള്ള അക്രൂരനോട് കൂടി തേരിലിരിക്കുന്ന ഭഗവാനെ, ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ എന്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 73ാമത്തെ ദശകം അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അതെന്ത് രസാണെന്ന് നോക്കൂ, അല്ലെ? തിരിച്ച് എല്ലാ കാര്യങ്ങളും അവിടെ ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ അക്രൂരനാകെ രോമാഞ്ചമണിഞ്ഞവനായി തിരിച്ചു കയറി വരുമ്പോ ചോദിക്കുകയാണ്, വെള്ളത്തിന് എന്താ വല്ലാത്ത തണുപ്പുണ്ടോ? ദേഹം ആകെ കോരിത്തരിക്കുന്നല്ലോ എന്ന്. അപ്പൊ അത് കേൾക്കുമ്പോ അക്രൂരനുണ്ടാവുന്നത് ഞാൻ ഇന്ന ആളാണ് എന്ന് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തിരിക്കുകയാണ്.
ആ പരമഭക്തനായിട്ടുള്ള അയാൾക്കിനി ഇതിൽ കൂടുതൽ ഒന്നും കിട്ടാനില്ല. അതിലും വെച്ച് ആനന്ദാണ് ഭഗവാന്റെ വാക്കുകള് കേട്ടപ്പോ ഉണ്ടായത് എന്ന് അക്രൂരന്. അപ്പോ അക്രൂരന് തിരിച്ച് മറുപടി ഒന്നും പറയാൻ പറ്റില്ല. എന്താ കണ്ടതെന്നൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ അങ്ങനെ നിന്നു. അപ്പൊ അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള അക്രൂരനോട് കൂടി തേരിലിരിക്കുന്ന ഗുരുവായൂരപ്പ, അങ്ങ് എന്നെയും എന്റെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 10ാമത്തെ ശ്ലോകവും 73ാമത്തെ ദശകവും അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ 10 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. നിശമയ്യതവാദയാനവാർത്താം വൃഷമാർത്താ പശുപാലബാലികാസ്താ കിമിദം കഥം ന്വിതീമാ സമവേതാ പരിദേവിതാന്യകുർവൻ കരുണാനിധിരേഷ നന്ദസൂനു കഥമസ്മാൻ വിസൃജേതനന്യനാഥ ഭതനഃ കിമുദൈവമേവമാസീദിതി താസ്ത്വദ്ഗതമാനസാ വിലേപൂം ചരമപ്രഹരേ പ്രതിഷ്ഠമാന സഹ പിത്രാ നിജമിത്രമണ്ഡലൈശ്ച പരിതാപഭരം നിദംബിനീനാം ശമയിഷ്യൻ വ്യമുചഃ സഖായമേകം അചിരാദുപയാമി സന്നിധിം വോ ഭവിതാ സാധുമയൈവ സംഗമശ്രീ അമൃതാംബുനിതൗ നിമജ്ജയിഷ്യേ ധൃതമിത്യാശ്വസിതാവധൂരകാർഷീ സവിഷാദഭരം സയാജ്ഞമുച്ചൈരതിധൂരം വനിതാഭിരീക്ഷ്യമാണ മൃദു തദ്ദിശി പാതയന്നപാങ്കാൻ സഫലോ ക്രൂരരഥേന നിർഗതോ ഭൂ അനസാ ബഹുലേന വല്ലവാനാം മനസാ ചാനുഗതോऽഥ വല്ലഭാനാം വനമാർത്തമൃഗം വിഷണ്ണവൃക്ഷം സമതീതോ യമുനാതടീമയാസി നിയമായ നിമജ്ജവാരിണി ത്വാമഭിവീക്ഷ്യാദരതേऽപി ഗാന്ധിനേയ വിവശോ ജനി കിം വിധം വിഭോസ്തേ നനു ചിത്രം ത്വവലോകനം സമന്ധാത് പുനരേഷ നിമജ്ജ്യ പുണ്യശാലി പുരുഷം ത്വാം പരമം ഭുജംഗഭോഗേ അരികംബുഗദാംബുജൈസ്ഫുരന്തം സുരസിദ്ധൗകപരീതമാലുലോകേ സതതാ പരമാത്മസൗഖ്യസിന്ധൗ വിനിമഗ്ന പ്രണുവൻ പ്രകാരഭേദൈ അവിലോക്യ പുനശ്ച ഹർഷസിന്ധോരനുവൃത്യ പുളകാവൃതോ യയൗ ത്വാം കിമു ശീതളിമാ മഹാഞ്ജലേയത് പുളകോസാവിധി ചോദിതേന തേന അതിഹർഷനിരുത്തരേണ സാർദ്ധം രഥവാസീ പവനേശ പാഹി മാം ത്വം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു എന്നറിയില്ല, എനിക്ക് 1-2 കമന്റ്സ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാരായണീയം ഇപ്പോ 73ാമത്തെ ദശകമായല്ലോ, ഇനി കുറച്ച് ദശകങ്ങൾ കൂടി കഴിഞ്ഞ് നാരായണീയം കഴിയും. 100 ദശകം വരെയാണ് ഉള്ളത്. അപ്പോ അത് കഴിയുമ്പോ നമ്മള് പഠിച്ചു വന്നതെല്ലാം ഒന്നുകൂടി, അതായത് ഇപ്പൊ ഒരു ശ്ലോകം ചൊല്ലി അതിന്റെ വ്യാഖ്യാനമാണല്ലോ പറയുന്നത്. വ്യാഖ്യാനം മാത്രമായിട്ട്, പാരായണം മാത്രമായിട്ടുള്ള വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ വ്യാഖ്യാനം മാത്രമായിട്ടുള്ളത് ഒരു സ്റ്റോറി പോലെ 1ാമത്തെ ദശകം തൊട്ട് കേട്ടാൽ നന്നായി എന്ന് കുറച്ച് കമന്റുകൾ ഞാൻ കണ്ടു. അത് എപ്പോഴും ഓരോ വീഡിയോയ്ക്കും അല്ല കേട്ടോ വരുന്നത്. അന്ന് കുറച്ച് വന്നിരുന്നു, ഇപ്പൊ ഈ അടുത്ത് കുറച്ച് വരുന്നുണ്ട്. അങ്ങനെ
അപ്പോ ഞാൻ നിങ്ങളോടും കൂടി ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്താൽ അതായത് ഇപ്പൊ നമ്മള് എല്ലാം ഏകദേശം അങ്ങനെ ചൊല്ലി വന്നതാണ്. അപ്പൊ ഇനിയും ഇട്ട് കഴിഞ്ഞാൽ അത് ആവർത്തന വിരസത ഉണ്ടാക്കോ? അതോ ഭഗവാന്റെ കഥ മാത്രമായിട്ട് കേൾക്കാൻ ഒരു രസം ഉണ്ടാവോ? അപ്പൊ അത് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാം. പക്ഷെ അത് ഈ 100 ദശകവും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കട്ടെ. അതിന് ശേഷമേ ഇടുന്നുള്ളൂ. അല്ലെങ്കിൽ ഇടയിൽ ഇടുമ്പോ അതൊരു കൺഫ്യൂഷൻ വേണ്ട. മുഴുവനും കഴിഞ്ഞിട്ടേ ഇടുന്നുള്ളൂ. ഇപ്പൊ നമ്മള് പാരായണത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണല്ലോ ചൊല്ലിപ്പോകുന്നത്. വ്യാഖ്യാനം ശ്ലോകങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണൂന്ന് മാത്രം. അപ്പൊ മുഴുവൻ കഴിഞ്ഞിട്ടാകുമ്പോ വ്യാഖ്യാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പാരായണം നമുക്ക് ഓൾറെഡി ഉള്ളത് നോക്കി പഠിച്ച് വ്യാഖ്യാനം ഇതിന്നും കേട്ട് പഠിക്കുന്നത് പോലെ ആക്കിയാലോ എന്നൊരു അഭിപ്രായം ഇങ്ങനെ കേട്ടു. അപ്പൊ അത് നിങ്ങളോടും കൂടി ചോദിക്കുകയാണ്. അങ്ങനെ വേണം എന്ന് താല്പര്യമുള്ളവർക്ക് കമന്റ് ചെയ്യാം. അതിനനുസരിച്ച് ചെയ്യാം. അപ്പൊ എല്ലാവരും തുടർന്നും വീഡിയോസ് ഒക്കെ ഇതുപോലെ തന്നെ കാണണം. ഈ വീഡിയോസ് ഒക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റുകളിൽ അറിയിക്കുകയും വേണം. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് 74ാമത്തെ ദശകവുമായിട്ട് വരാം. അതുവരെ ഹരി ഓം.